ഇത് അനീസ. കഴിഞ്ഞ ദിവസങ്ങളിൽ പാലക്കാട് IMA ജംഗ്ഷനിൽ നടു റോഡിൽ നിസ്കരിക്കാൻ ശ്രമിക്കുന്ന ഈ സ്ത്രീയെ നമ്മൾ വാർത്തകളിലൂടെയും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും കണ്ടതാണ്. എന്താണ് കാര്യമെന്നറിയാതെ പലരും വീഡിയോ ഷെയർ ചെയ്തു. ചിലർ അവരെ അധിക്ഷേപിക്കുന്ന കമന്റുകൾ ഇട്ടു, തെറി വിളിച്ചു. വേറെ ചിലർ അവരെ ജിഹാദിയാക്കി വർഗീയ പ്രചാരണങ്ങൾ നടത്തി. അങ്ങനെ അനീസയുടെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായി. അനീസയ്ക്ക് ജിഹാദി ചാപ്പ കുത്തുന്നതിൽ തുടങ്ങി സമാനതകളില്ലാത്ത വിദ്വേഷ പ്രചാരണമാണ് രാജ്യത്തൊട്ടാകെ നടന്നത്. AI ഉപയോഗിച്ചും എഡിറ്റ് ചെയ്തുമാണ് തീവ്ര വലതുപക്ഷ ഹാൻഡിലുകൾ അനീസയുടെ വീഡിയോ പങ്കുവച്ചത്. എന്നാൽ എന്താണ് അനീസയുടെ യഥാർത്ഥ കഥ? എന്തിനാണ് നഗരമധ്യത്തിൽ അവരങ്ങനെ പ്രത്യക്ഷപ്പെട്ടത്? ഞങ്ങളത് അന്വേഷിച്ചു. 1 മിനിറ്റും 31 സെക്കൻഡും ദൈർഘ്യമുള്ള അനീസയുടെ വീഡിയോ വിവിധ സാമൂഹ്യ മാധ്യമങ്ങളിലായി ലക്ഷക്കണക്കിന് പേരാണ് കണ്ടത്. മുസ്ലിം ആരാധനാ രീതികളെ കളിയാക്കിയും വിമർശിച്ചുമുള്ള കമന്റുകളുമാണ് ഈ വീഡിയോയ്ക്ക് താഴെ കൂടുതലും. വീഡിയോയിലുള്ള സ്ത്രീയെ ലോറി ഇടിപ്പിക്കണമെന്ന് ആഹ്വാനം ചെയ്തവരും ഇതിലുണ്ട്. കേരളത്തിലെ രാഷ്ട്രീയ പശ്ചാത്തലത്തെ കളിയാക്കിക്കൊണ്ടുള്ള കമന്റുകളും കാണാം. ഒരു കമന്റ് ഇങ്ങനെയാണ്: നിസ്കാരം തടസ്സപ്പെടുത്തിയാൽ നാളെ സഖാക്കളുടെ കൂട്ട നിസ്കാരവും കൂട്ട സുന്നത്തും കാണാമായിരുന്നു എന്ന്. വിദ്വേഷ പോസ്റ്റുകൾ ദിനംപ്രതി പങ്കുവയ്ക്കുന്ന creatly.in എന്ന അക്കൗണ്ടിലെ പോസ്റ്റ് ഇങ്ങനെയായിരുന്നു: ന്യൂനപക്ഷങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് പാകിസ്ഥാനെയും അഫ്ഗാനിസ്ഥാനെയും ബംഗ്ലാദേശിനെയും കണ്ട് നമ്മൾ പഠിക്കണമെന്ന്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വിദ്വേഷം വമിക്കുന്ന 15ഓളം പോസ്റ്റുകളാണ് എക്സിൽ മാത്രം OBC കണ്ടെത്തിയത്. അതിൽ ഏറ്റവും കൂടുതൽ പ്രചരിച്ചത് creatly.inലെ പോസ്റ്റ് തന്നെ. പക്ഷേ അനീസ് നടത്തിയത് ജിഹാദല്ല, നീതിക്ക് വേണ്ടിയുള്ള നിലവിളിയായിരുന്നു അത്. ക്യാൻസർ ബാധിച്ചു മരിച്ച ഭർത്താവിന്റെ സ്വത്ത് ബന്ധുക്കൾ തട്ടിയെടുത്തെന്നും പരാതി നൽകിയിട്ടും അധികാരികൾ തിരിഞ്ഞു നോക്കുന്നില്ലെന്നുമാണ് അനീസ പറഞ്ഞത്. നിയമ പോരാട്ടത്തിന് പോലും പണമില്ലാത്ത അവർ തന്റെ അവസ്ഥ ലോകത്തെ അറിയിക്കാൻ തിരഞ്ഞെടുത്ത അവസാന വഴിയായിരുന്നു ഈ പ്രതിഷേധം. കൂലിപ്പണിക്കാരായ ഇപ്പോഴും വാടക വീടുകളിൽ കഴിയുന്ന 2 പെൺമക്കൾക്ക് കിടപ്പാടം ഉണ്ടാക്കാൻ വേണ്ടിയാണ് അനീസ ഈ പ്രതിഷേധം നടത്തിയത്. ഞാനൊരു ഹിന്ദുവായിരുന്നെങ്കിലും റോഡിന് നടുക്ക് നിന്ന് പ്രാർത്ഥിച്ചേനെ. ക്രിസ്ത്യാനി ആയിരുന്നെങ്കിലും അത് തന്നെ ചെയ്തേനെ. എല്ലാ ദൈവങ്ങളും ഒന്നല്ലേ? എൻ്റെ മക്കൾക്ക് മാന്യമായി ജീവിക്കാനുള്ള ഉപാധിയാണ് എനിക്ക് വേണ്ടത്. അത് കിട്ടാതായപ്പോൾ നിവൃത്തികെട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്തത്. അനീസയുടെ വാക്കുകൾ ഇങ്ങനെ. പ്രതിഷേധം മാത്രമായിരുന്നു അനീസയുടെ ലക്ഷ്യമെന്ന് പോലീസും വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിലും സൈബർ ഇടങ്ങളിൽ അധിക്ഷേപം തുടർന്നുകൊണ്ടേയിരുന്നു.